ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ശരീരത്തിനകത്ത് വെച്ച് കഴിഞ്ഞാൽ പുറന്നേരം കഞ്ഞി എടുത്ത് കളയുന്നത്. ശരിയല്ലേ? പുറന്നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അലർജിക്ക് ഇഷ്യൂസ് വരും. അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് കളയുന്നത്. അത് ഭൂമിയിലിട്ട് വെറുതെ ഇട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ അത് പ്രശ്നം തന്നെയാണ്, ഭൂമിക്കും ദോഷമാണ്. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ കത്തിച്ച് കളയാനുള്ള സൗകര്യം ഉണ്ടായിട്ട് ഒരു ഇൻസിനേറ്റർ കൂടെ ഞാൻ മേടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് ഞാൻ എൻ്റെ മകളെ സ്കൂളിലേക്ക് വിടുമ്പോൾ, എൻ്റെ മകനെ സ്കൂളിലേക്ക് വിടുമ്പോൾ ഞാൻ ആദ്യം പരിശോധിക്കുന്നത് എന്താണ്? ഇങ്ങനെയുള്ള സംഗതികൾ വൃത്തിയുണ്ട്. കാര്യം നമ്മൾ വൃത്തിയുള്ള ടോയ്ലറ്റുകളിൽ നിന്ന് വരുന്നില്ലേ? ഇവിടെ വന്ന് വൃത്തിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല? നമ്മൾ യൂറിനേറ്റ് ചെയ്യില്ല. യൂറിൻ കുറേ നേരം ശരീരത്തിൽ നിന്ന് കഴിഞ്ഞാൽ സയൻസ് പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാമല്ലേ എന്ത് ഫോം ചെയ്യും? യൂറിക് ആസിഡ് ഫോം ചെയ്യും. യൂറിക് ആസിഡ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അത് ക്രിസ്റ്റൽ രൂപത്തിലാവും. യൂറിക് ആസിഡ് എന്ത് രൂപത്തിലായിട്ട് മാറും? സെമി ക്രിസ്റ്റൽസ് ആയിട്ട് മാറും. സെമി ക്രിസ്റ്റൽസിന് സാധാരണ യൂറിൻ ട്രാക്കിൽ കൂടി പാസ് ചെയ്ത് പോകാൻ കഴിയില്ല. ശരിയല്ലേ? സാധാരണ യൂറിൻ ട്രാക്കിൽ കൂടി പാസ് ചെയ്ത് പോകാൻ കഴിയില്ല. അത് അവിടെ ഇരിക്കും. അവിടെ ഇരുന്ന് കഴിഞ്ഞ് ഭയങ്കരമായിട്ട് വേദന എടുക്കും. അവസാനം കിഡ്നി സ്റ്റോൺ ആവും, അല്ലേ? യൂറിൻ സ്റ്റോൺ ആയിട്ടൊക്കെ ആയിട്ട് അത് മാറും. സോ അതില്ലാതിരിക്കാൻ വേണ്ടി ധാരാളം വെള്ളം കുടിക്കുക. വെള്ളത്തിലുള്ള സൗകര്യം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് വേണമെങ്കിൽ നമ്മൾ കൂട്ടും. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിന് മുന്നിൽ കൊടുക്കുന്നതാണ്. ശരീരത്തിനകത്തുള്ള യൂറിൻ എപ്പോഴും കൃത്യമായി ഡ്രെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം. മനസ്സിലായോ? അത് നിങ്ങൾ പെൺകുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നുവെച്ചാൽ നിങ്ങൾ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് ക്യാരി ചെയ്യുന്ന കുട്ടികളാണ്. അപ്പോൾ അത് ഹെൽത്തി ആയിട്ട് നിൽക്കണമെങ്കിൽ, പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ, നമുക്കും സന്തതി പരമ്പരകളൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആ കാര്യത്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തേ മതിയാവും. ഈ മെസ്സേജ് എല്ലാവർക്കും പാസ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ അറിയുന്നത്. കുറേ സയൻസിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ബയോളജിക്കലായിട്ടുള്ള ചേഞ്ചസും അതുമായി ബന്ധപ്പെട്ട മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഹെൽത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞേ പറ്റും. ഓക്കെ.